പൃഥ്വിരാജാ ഞാൻ ഇപ്പൊ എ പ്രൊമോട്ട് ചെയ്യാറില്ല, സി ഐ ഞാൻ പൊട്ടും പ്രൊമോട്ട് ചെയ്യാറില്ല. ഇതെല്ലാം റിക്രൂട്ട്മെന്റ് ആണ്. കണ്ട അയ്യോ നിനക്ക് യോഗാസനം അല്ല യോഗ. എന്ത് യോഗ? ആരുടെ യോഗ? റേഡിയോയില് ഉമ്മക്ക മൊത്തം ഉമ്മയാണിത്. ഞാൻ പോട്ടെ. കുരിഞ്ഞിക്കണേ റാണക്ക് ഈ റാഗണക്ക് നിൽക്കുന്ന ആരാ? നീല ടി വി നീല എനിക്കറിയില്ല. പക്ഷെ അമ്മയും മോനായി പോയതോ തീർന്നു. അവർക്ക് പറയില്ലേ? ഇല്ല 3KD പ്ലെയർ 3KD ആഷിക്ക ഇത് പിന്നെ കോമൺ ആൻസർ ആണ്. അപ്പൊ നമ്മളെ എല്ലാവരുടെയും വായത് കേൾക്കുന്ന കോമൺ ആയിട്ടുള്ള ആൻസർ ആണ്. കൊള്ളാം കൊള്ളാം കൊള്ളാം, നീ കൊള്ളാം. അതാ പറഞ്ഞേ, അതാ ആ റോളവൻ നന്നായിട്ട് ചെയ്യുന്നോണ്ടാണ് വെളിയിലിരിക്കുന്നവർക്ക് ഇഷ്ടപ്പെടാത്തത്. മറ്റേ ചോദ്യത്തിനുള്ള ഉത്തരമായിരിക്കും അതല്ലേ? മോളെ പറ, എവിടെ വേറെ അറിയോ? മുതുകിലോട്ടോ നമ്മുടെ കുട്ടിയാടാ. ആ ശരി ശരി. സൗന്ദര്യം സീരിയസ് ആകുമ്പോ പറയണേ. പിന്നെ എന്ത് പിന്നെ ആ ലോറ ഇപ്പൊ വിളിച്ചാറൊക്കെ ഉണ്ട് ഇങ്ങോട്ട്. മലയാളം പറയും. ഞാൻ പിന്നെ എന്നിട്ട് അവസാനം അവള് ചോദിച്ചു എന്തൊക്കെയാ ചോദിച്ചു. എല്ലാം ബ്രേക്കപ്പ് ആയി, ഞാനും എല്ലാം സെറ്റ് ആയതെന്ന് പറഞ്ഞു. പെണ്ണിനെ സെറ്റാക്കുന്ന മാത്രം ഇപ്പൊ RP ആയി തുടങ്ങിയാ? കണ്ടു ഞാൻ മിഴികളിൽ ഓ ആലോലമാരിൻ പ്രണയം. ഞാൻ TDM എവിടെ? ഞാനിവിടൊക്കെ ഉണ്ട്. പരിപാടിയൊന്നുമില്ല. ഇതിന്റെ ലോറ വിളിക്കാനേ ഭയങ്കര ബുദ്ധിമുട്ട്. ഞാൻ എന്തിനും ഷോർട്ടാക്കി വിളിച്ചോട്ടെ? തന്തയ്ക്ക് വിളിക്കാനാണ്? അല്ലല്ല സുന്ദരിന്നോ അങ്ങനെയല്ലോ. കണ്ട് കുട്ടുന്ന് വിളിക്കില്ലേ, അത് വിളിച്ചോ. ആ ഓക്കെ ഓക്കെ ഓക്കെ. എന്താ പരിപാടി? ഒരു നാണമൊക്കെ. നിനക്ക് ഭയങ്കര നാണമാണല്ലോ. വോയിസ് മാത്രമേ കേൾക്കാൻ പറ്റൂ. എന്തായി കാണിക്കുന്നേ? ധനലക്ഷ്മി ഒന്നും വന്നില്ല. കുട്ടീനെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. എന്റെ ഹെലമോള് ഭയങ്കര കാണാൻ നേരത്തെ നിന്നെ കിട്ടാൻ വേണ്ടി എന്റെ അടുത്ത് വന്നു. സൗണ്ട് പോലും ഇല്ലായിരുന്നു. ലൈവ് എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യാം. നിന്റെ ക്യൂട്ട്നെസ് അല്ലേ ആൾക്കാർ തുപ്പും കേട്ടോ. എന്റെ മോഡറേറ്റേഴ്സ് ഒക്കെ വന്നാടാ ഒന്ന് നോക്കട്ടെ. ഒന്ന് വന്ന് നിന്നാടാ ഒന്ന്.
ഇത് മോഡേഴ്സ് ഒക്കെ എവിടെ? കുക്കണ്ണ, പരിഷ്കാരി, ജാക്കി മോനെ, ബാക്കിയുള്ളതൊക്കെ എന്ത്? ഒരിടത്തും ഇല്ലാത്ത കൊറേ അച്ചിപ്പട്ടികളെ ഞാൻ മോഡറേറ്റർ ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ. കൊറേ അച്ചികളെ ഇതൊക്കെ കണ്ടോ? ഓ ഒന്ന് എല്ലാം ഇപ്പൊ കേട്ടത്? ഒരു ക്രിയേറ്റർ ന്യൂ വീഡിയോ ഇറങ്ങിയ കണ്ടാലോ? ഓക്കെ, അപ്പൊ നമ്മുടെ RP അപ്ഡേറ്റ്സ് എത്രയാണെന്ന് തോന്നണം. നോക്കട്ടെ, വേറെ ഒന്നുമില്ലല്ലോ. ഒന്നും ഇവിടെ അവസാനിച്ചു എന്ന് കരുതണ്ട, തുടങ്ങണേ ഉള്ളൂ. എനിക്കും ഒരു ദിവസമുണ്ട്, ബാക്കി നമുക്ക് അന്ന് പറയാം. അതിനി അധികം വൈകില്ല. നമ്മളെ സോറി ബൊബോയ്, സോറി ബൊബോയ്. അപ്പൊ തുടങ്ങാം അല്ലേ? ഓക്കേ, ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ജയിക്കുന്ന അറിയാവുന്ന സാധനങ്ങളാ ഇതൊക്കെ. എടാ ജിജി ബ്രോ, ജിജി വല്ലപ്പോഴൊക്കെ സംഭവിക്കുന്നില്ലേ? പക്ഷെ എനിക്ക് അങ്ങനെ വല്ലപ്പോഴും സംഭവിക്കാറില്ല, മനസ്സിലാടാ. നിനക്കൊക്കെ വല്ലപ്പോഴും സംഭവിക്കുന്നു, ഓർമ്മയുണ്ടോ നിനക്കതൊക്കെ? ജിജി ബ്രോ. ഡെസ്ട്രോ 7 വീക്ക്. അവൻ ഹാക്കറാടാ, എനിക്കറിയാം. എന്റെ ഗ്യാങ്ങാണല്ലോ, അവൻ ഹാക്കറാ. അവസ്ഥയെ മാനിച്ചുകൊണ്ട് നമ്മുടെ മുന്നോട്ടുള്ള അമ്മായി യാത്രയിൽ കൈപിടിക്കാൻ വേണ്ടി നമ്മൾ പുതിയ 2 റിസോർട്ടുകളെ കൂടി കൊണ്ടുവരുന്നുണ്ട്. സബ് മിസ്സായ ക്ലൗഡൽഫ, താങ്ക് യു ഫോർ ദ സബ്സ്ക്രിപ്ഷൻ. താങ്ക് യു സോ മച്ച് ബ്രോ. ഞാൻ കണ്ടില്ല. താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് എ ലോട്ട്. താങ്ക് യു. അമ്മാവനാ? അമ്മാവനായാ? ഒരുമിച്ചല്ലേ? അതാ നല്ലത്. ഇങ്ങനെ സ്വഭാവത്തിനനുസരിച്ച് അമ്മാവനാണ് നല്ലത്. ഒരേ കാറ്റഗറിയിൽ സൈമനാ? ഒന്ന് പഴയ മോഡലും ഒന്ന് പുതിയ മോഡലും ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട 2 പേരെ ഞാൻ വെൽക്കം ചെയ്യാണ്. ഐ ആം വെൽക്കമിങ് ബാക്ക് മൊട്ട ജോണി ആൻഡ് സാഗർ. ചെറിയൊരു തിരുത്തുണ്ട്, അതായത് സാഗർ അല്ല, സാഗറിന്റെ മോനാണ് വരുന്നത്. CR ശിവൻ സാഗർ. ശിവൻ ആൻഡ് മൊട്ട ജോണി. പ്രൊഡക്ഷന്റെ മോനാണോ?
നമസ്കാരം നമസ്കാരം. എന്ത് പറ്റി? എന്താണ്? മുട്ട സംസാരിക്കണേ, എന്ത് സംസാരിക്കുന്നവനാ ഈ മുട്ട? നമ്മള് റിക്രൂട്ട്മെന്റ് നടത്തായിരുന്നേ. ഞങ്ങളാണ്. നിങ്ങളാണോ? എന്നാ വെൽക്കം വെൽക്കം CR ശിവൻ, വെൽക്കം മുട്ട ജോണി, വെൽക്കം ബാക്ക്. ശരിക്കും ഇവിടെ ഉള്ളതാണോ? B13 ഉള്ളതാണോ? അല്ല ഷെയ്ക്ക് അറബിയുടെ കൂടെ ഉള്ളതാണോ? അപ്പൊ നമ്മള് ഉദ്ദേശിച്ചാലേ നിങ്ങളല്ലേ? ഷെയ്ക്ക് ഈ തുണി എവിടുന്നാ പർച്ചേസ് ചെയ്തേ? വന്നപ്പോ ഞാൻ പറഞ്ഞേട്ടാ. സുലൈമാന്റെ പറഞ്ഞേക്കാം. CR ശിവൻ, that's all for today. Have a nice day. അതായത് ഇപ്പൊ ഇത് ഈ മേളിരിക്കുന്ന കുപ്പിരണ്ടത്ത് കുടിച്ച് അയാൾ ആ ഫുള്ള് കുപ്പി കുടിച്ച മാലില് ഏറ്റവും അടിയത്തിൽ കുപ്പി എടുത്തത് ഫുള്ള് അടിയിട്ട് വീഴത്തില്ലേ? പിന്നെ ഇത്ര നഷ്ടല്ലേ? വെച്ചല്ലേടാ എടാ അപ്പം മേല് നിർത്തി കുടിക്കണം. കുടിച്ചിട്ട് ആ ബോധല്ലാതെ ഒരു തലച്ചോറില്ലാത്ത ആൾക്കാരെ സംസാരിക്കല്ലേ ബ്രോ? ഏത് മന്ത്രവാദിയുടെ മെസ്സിനെ കുറിച്ച് പറഞ്ഞു? അയ്യോ അണ്ണേ, കയ്യിലെന്താ താനാസിന്റെ രത്നങ്ങളോ? ഏത് മന്ത്രവാദിയുടെ മെസ്സിനെ കുറിച്ച് പറഞ്ഞു? നായ നാവ് പിഴുതെടുക്കും, നായ നെഞ്ചും കൂടി ഇടിച്ച് തകർക്കും. താനോസിന്റെ രക്തങ്ങളാന്നാ? മാസിനെ അറിയില്ലട്ടാ. പറഞ്ഞാ നീ നിന്റെ നെഞ്ചും കൂടി ഇടിച്ച് തകർക്കും. മാഷിന്റെ സീനാണ് കട്ടം. മാഷിനെ കളിക്കല്ലേ. ഫസ്റ്റ് ട്രൈൻ മൊബൈൽ പ്ലേയേഴ്സിനെ എടുത്തോ. പണ്ടത്തെ പ്ലേയേഴ്സ് ആരെങ്കിലും എടുത്ത് ഓരോരോ പ്ലേയേഴ്സിനെ എടുത്ത് അവരുടെ എല്ലാം ടാങ്കില് നമ്മ കണ്ടാടാ. ഇവളെ എനിക്കങ്ങ് ഇതാരേ അവളെ അനിയനും ചേട്ടനും ഒരമ്മ പറ്റാണെന്നേ പറയത്തുള്ളൂ. ഇതെന്താ? ഓ പണ്ടത്തെ ഇത് കണ്ടാ മൈൻക്രാഫ്റ്റ്? ഇത് കണ്ട ഇനി എല്ലാവരുടെ പടവും വരയ്ക്കാന്നാ പുള്ളി പറഞ്ഞത്. നൈസ് ബ്രോ, നൈസ് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇൻസ്റ്റ കണ്ടായിരുന്നു. ഓക്കെ ശരിക്കറാ. എന്നാ ഇപ്പൊ കുട്ടി ഇഷ്ടപ്പെട്ടാലും നമ്മള് വാസുവിന് കുട്ടിക്ക് തരാനൊന്നും പോകണില്ല. എന്നാലും ഞാൻ ചോദിക്കാണ്, തക്കട് വീട്ടിലെ വാസുവിന് ഇഷ്ടമാണോ? അന്ന് വായില് മുത്തായിരുന്നു. തക്കട് വീട്ടിലെ